പ്രവർത്തിച്ചതായ വലിയ നേതാവ്, അതുല്യനായ സഭാപ്രവർത്തകൻ, WCC പ്രസിഡന്റ്, ആഗോള സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രവർത്തിച്ചതായ ഒരു പ്രവാചകൻ, പ്രകൃതിയെയും കുഞ്ഞുങ്ങളെയും സ്നേഹിച്ചതിലാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുവാൻ ഞങ്ങൾക്കൊക്കെ പേടിയാണ്. കാരണം അത്രമാത്രം അദ്ദേഹം തിരക്കാണ്. അതുകൊണ്ട് അതേ സമയത്ത് എത്ര തിരക്കായിരുന്നാലും അദ്ദേഹം ഈ ചാപ്പലിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴോ ക്ലാസ്സിലേക്ക് വരുമ്പോഴോ എവിടെങ്കിലും ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടാൽ അവിടെ നിന്ന് ആ കുഞ്ഞിനെ കളിപ്പിച്ച് വളരെയധികം സമയം അതിനോട് ചിരിയും കളിയുമായി നിൽക്കുന്നത് പലപ്പോഴും ഞങ്ങൾ തന്നെ. ഇവിടെ സാധാരണ ഒരു മനോരോഗിയായ ഒരു സ്ത്രീ വരുമായിരുന്നു, അവരുടെ കയ്യിലൊരു കൊച്ചുമുണ്ടായിരുന്നു. ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ അവര് മാറി നിൽക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ തിരുമേനിയവരെ കണ്ടാൽ ആ കുഞ്ഞിനെ ലാളിക്കുന്നത് അത്രമാത്രം ആത്മീയമായ ശക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായി. 20-ലധികം അന്താരാഷ്ട്ര അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 5 ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റുകൾ അദ്ദേഹം ലഭിച്ചിട്ടുണ്ട്. 18 ഇന്റർനാഷണൽ ഡിക്ഷണറികൾ അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയുണ്ട്. അത്രമാത്രം ശ്രേഷ്ഠനായ ആ പിതാവിന്റെ ആദ്യകാല ചരിത്രം അത്ര ആയാസരഹിതമായിരുന്നില്ല. 1937 അദ്ദേഹം മെട്രിക്കുലേഷൻ പാസ്സായെങ്കിലും പിതാവ് പറഞ്ഞു, ഇനി പഠിക്കണ്ട, ദൈവം അത് നന്മയ്ക്കാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1937 മുതൽ 41 വരെ അദ്ദേഹം തൃപ്പൂണിത്തറയിലെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടറായിട്ട് പ്രവർത്തിക്കുകയാണ്. 1941 ഒരു വർഷം അദ്ദേഹം ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ഗുമസ്തപ്പണി ചെയ്തു. കഷ്ടതയുടെ മാർഗങ്ങളിൽ നിന്ന് എങ്ങനെ ദൈവാശ്രയത്തോടുകൂടെ അദ്ദേഹം വളർന്നുവെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഓർമ്മിച്ചു എന്ന് മാത്രം. 1942 മുതൽ 47 വരെ 5 വർഷം പിയാൻജി പോസ്റ്റ് മാസ്റ്ററായിരുന്നു. അതിനിടെ അദ്ദേഹം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ അസോസിയേഷൻ സെക്രട്ടറിയായി, വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി. 1947 അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഒരു വാൻ ചെളിക്കുഴിയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ യുവാവായ അദ്ദേഹം ഇറങ്ങിച്ചെന്ന് ഈ വണ്ടി തള്ളി അത് മുകളിൽ കയറ്റാൻ സഹായിച്ചു. ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു സായിപ്പ് അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുകയാണ്, എത്യോപ്യയിൽ അധ്യാപകനാകാൻ വരാൻ താഴെയാണ്. കാരണം സായിപ്പ് അദ്ദേഹത്തെ കണ്ടടുത്തി എന്നപ്പോൾ സംശുദ്ധമായിട്ട് ഇംഗ്ലീഷ് പറയുന്നു. അപ്പോൾ എന്ത് പഠിച്ചു? അധ്യാപകനാകാനുള്ള യോഗ്യതയുണ്ട് എന്ന് കണ്ടപ്പോൾ അധ്യാപകനാകാൻ വരാമെന്ന് ചോദിച്ചു. വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എത്യോപ്യയിലേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായി. പരസഹായത്തിന്റെ മനസ്സ്, മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ സ്വന്തം കഷ്ടപ്പാടെന്ന് മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സ്, അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവായത്. 1947 മുതൽ 50 വരെ എത്യോപ്യ സ്കൂളിൽ അധ്യാപകനായിരുന്നു. ഹെയ്ലി സലാസി ചക്രവർത്തിയുടെ സ്കൂളിൽ എത്യോപ്യൻ ഭാഷയെ അംഹാരിക്ക് പഠിപ്പിക്കുവാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. കാരണം അദ്ദേഹം അതിനോടൊപ്പം അംഹാരിക്ക് പഠിച്ചിരുന്നു. എന്നാൽ അധികം താമസിയാതെ അംഹാരിക്ക് ഭാഷയ്ക്ക് ഒരു വ്യാകരണ ഗ്രന്ഥം അദ്ദേഹം ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ അദ്ദേഹം ഓർത്തഡോക്സ് സഭാ വിശ്വാസ പ്രചരണത്തിൽ വളരെയധികം ശ്രദ്ധിച്ചു. കത്തോലിക്കരുടെ ദുഷ്പ്രചരണമൊക്കെ ഉണ്ടായി എങ്കിലും അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ട് അവിടെ പിടിച്ചിരുന്നു. എന്നാൽ 1950 അവിടെ നിന്ന് അദ്ദേഹം ഉയരുകയാണ്. ഉപരിപഠനത്തിനായിട്ട് 28 വയസ്സുള്ളപ്പോൾ അമേരിക്കയിലേക്ക് പോകുന്നു. ഇന്ത്യാനയിലെ റോഷൻ കോളേജിൽ 4 വർഷത്തെ ഡിഗ്രി, BA ഡിഗ്രി ഫിലോസഫി, ലിംഗ്വിസ്റ്റിക് എന്നുള്ളത് 2 വർഷം കൊണ്ട് അദ്ദേഹം നേടിയെടുത്തു. 1951, 52, 53 വർഷങ്ങളിൽ ഒക്ലഹോമ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ ന്യൂയോർക്കിലെ യൂണിയൻ തിയോളജി സെമിനാരിയിലും വേദശാസ്ത്രം പഠിച്ചു. തുടർന്ന് പ്രിൻസ്റ്റൺ തിയോളജിക്കൽ സെമിനാരിയിൽ ചേർന്ന് 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് അദ്ദേഹം 2 വർഷം കൊണ്ട് പഠിച്ചു. പ്രിൻസ്റ്റൺ തിയോളജിക്കൽ സെമിനാരിയിൽ 1954 അദ്ദേഹം MTH പാസ്സായി.
ഏത് സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏത് വിജയവും ഉറപ്പാക്കുമെന്നുള്ള വലിയ സാക്ഷ്യമാണ് നമുക്ക് നൽകുന്നത്. 1954 അദ്ദേഹം കേരളത്തിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് സ്വീകരിച്ചത് ആലുവ ഫെലോഷിപ്പ് ഹൗസിന്റെ ഡയറക്ടർ സ്ഥാനമാണ്. ഇതേ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം സഭയുടെ ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയായി. 1955-56 വർഷങ്ങളിൽ ഏതാണ്ട് 1.5 വർഷക്കാലത്തോളമാണ് അദ്ദേഹം ആദ്യമായി ഈ സെമിനാരിയിലെ അധ്യാപകനായി വരുന്നത്. ഈ കാലഘട്ടത്തിലെല്ലാം അദ്ദേഹം ഒരു അൽമായക്കാരനായിട്ടാണ് അദ്ദേഹത്തിന്റെ ക്ലാസുകൾ യുവജനങ്ങൾക്ക് സഭയുടെ വിശ്വാസം പഠിപ്പിക്കുന്നതിന് ഇതിനോടിടയ്ക്ക് സ്വന്തം പരിശ്രമത്തിലാണ് MGH പാസ്സായത്. ഓർത്തഡോക്സ് സഭ വിശ്വാസം പ്രചരിപ്പിക്കുന്നു എന്നതിന്റെ പേരിലാണ് എത്യോപ്യയിൽ നിന്ന് അദ്ദേഹത്തെ ഓടിച്ചുപോയി. അതേ അനുഭവം തന്നെ അദ്ദേഹത്തിന് പഠിച്ചതായ യൂണിവേഴ്സിറ്റികളെല്ലാം ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം പഠിപ്പിച്ചതിന് അദ്ദേഹത്തിന് വലിയതായ സ്ഥാനം കിട്ടിയിട്ടുണ്ട്. വീണ്ടും യുവജനങ്ങൾക്കൊരു വിജ്ഞാനധാരകളുമായി പരിചയപ്പെടുത്തുന്ന ഒരു ക്രൈസ്തവ അധ്യാപകന്റെ ശബ്ദമാണ് അവർ കേട്ടത്. ഒരു പുതിയ ഇടയന്റെ പ്രവാചക ശബ്ദം. എന്നാൽ 1956 ഹെയ്ലി സെലാസി കേരളത്തിൽ വീണ്ടും വന്നപ്പോൾ അദ്ദേഹത്തെ സ്വന്തം പേഴ്സണൽ സെക്രട്ടറിയായി വിളിച്ചുകൊണ്ട് പോവുകയാണ്. 2 വർഷക്കാലം അവിടെ ചെലവഴിച്ചതിന് ശേഷം 1958 കേരളത്തിൽ തിരിച്ചെത്തി. അദ്ദേഹം ചെയ്തത് മലങ്കര സഭ വഴക്കുകൾ നടന്ന് സുപ്രീം കോടതി വിധിയുണ്ടാകുന്ന കാലഘട്ടത്തിൽ സഭാസമാധാന പ്രവർത്തകനായിട്ട് 1958 36-ാം വയസ്സിലാണ് അദ്ദേഹം കുറുപ്പംപടിയിൽ വെച്ച് ചെമ്മാശ് പട്ടം സ്വീകരിക്കുന്നത്. തുടർന്ന് 39-ാമത്തെ വയസ്സിൽ 1969 ഋഷി ബാവായിൽ നിന്ന് യൂറിസുദീൻ ബാവായിൽ നിന്ന് കരുമലപ്പള്ളിയിൽ വെച്ച് വൈദിക പട്ടം അദ്ദേഹം സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ വിജ്ഞാനദൃഷ്ടി അവസാനിക്കുന്നില്ല. വൈദിക വിജ്ഞാനത്തിൽ ആഴമായ പഠനം ആവശ്യമാണെന്ന് കണ്ട് അദ്ദേഹം വീണ്ടും അമേരിക്കയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ഗവേഷണ പഠനം ആദ്യമായി നടത്തുന്നത് യെയിൽ യൂണിവേഴ്സിറ്റിയിലാണ്. അത് കഴിഞ്ഞിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ. അദ്ദേഹത്തിന്റെ വിഷയം കപ്പദോക്യൻ പിതാക്കന്മാരെ കുറിച്ചാണ്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം WCCയുമായി ബന്ധപ്പെട്ടു. WCCയിലെ പ്രധാന പദവികൾ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി, സെൻട്രൽ കമ്മിറ്റി മെമ്പർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ഓഫ് ഫെയ്ത്ത് ആൻഡ് ഓർഡർ കമ്മീഷൻ, ഇങ്ങനെ അനേക കാര്യങ്ങളിൽ അദ്ദേഹം ബന്ധപ്പെട്ടു. 1967 അദ്ദേഹം തിരിച്ചു വരുന്നു. 45 വയസ്സുള്ള ആ യുവ വൈദികന് ഔഗേൻ ബാവ ഈ സെമിനാരിയുടെ പ്രിൻസിപ്പലാണ്. അതിന്റെ ഫലമായി വൈദിക സെമിനാരിയിൽ ഉന്നതമായ വിദ്യാഭ്യാസം GHD TH ഒക്കെ കൊണ്ടുവരുവാനും സോഫിയ സെന്റർ അൽമായർക്കും വൈദികർക്കുമുള്ളതായ പരിശീലന പദ്ധതിക്കുള്ള കേന്ദ്രം ഉണ്ടാക്കുവാനും ഇവിടെ ഒരു ഓർത്തഡോക്സ് സഭയുടെ ആർക്കൈവ്സ് ഉണ്ടാക്കുവാനും ദിവ്യബോധനം, തിരുവചന ഭാഷ മുതലായ പരമ്പരകൾ ഇതെല്ലാം ഒക്കുന്നത് അൽമായക്കാരനായിട്ട് വേദശാസ്ത്രം പഠിച്ച അദ്ദേഹത്തിന് അൽമായ മതബോധനം അത്യന്താപേക്ഷിതമായി അഥവാ അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നതുകൊണ്ടാണ് ഈ തരം പ്രസ്ഥാനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. 1975 53 വയസ്സുള്ളപ്പോൾ അദ്ദേഹം നെരണംപള്ളിയിൽ വെച്ച് പൗലൂസ് മാർ ഗ്രിഗോരിയോസ് എന്ന നാമത്തില് ഔഗേൻ ബാവ അധ്യക്ഷനായുള്ള ആ ശുശ്രൂഷയ്ക്ക് അദ്ദേഹം മെത്രാപ്പോലീത്തായി വാഴിക്കപ്പെട്ടു. 1975 മുതൽ 1996 അദ്ദേഹം കാലം ചെയ്യുന്നവരെ 21 വർഷക്കാലത്തോളം ഡൽഹി ഭദ്രാസനത്തെ ചുമതല വഹിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നു, ഓർത്തഡോക്സ് സഭയുടെ സംസ്കാരവും ദർശനവും ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ പ്രസരിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സഭകൾ തമ്മിലുള്ള പരസ്പര ധാരണയും സൗഹൃദത്തിലും സമ്മേളിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ചരിത്രപരമായ ആവശ്യമാണെന്നുള്ള ദൃഢവിശ്വാസം അദ്ദേഹത്തെ അവിടെ ഡയലോഗ് സെന്റർ ആരംഭിക്കുവാനായിട്ട് സാധിച്ചു.
ആതുര സേവനവും അനാഥ സംരക്ഷണവും അദ്ദേഹത്തിന്റെ ബഹുമുഖമായ പ്രവർത്തന ശൈലികളിൽ വിട്ടുമാറാത്തതായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം കോലഞ്ചേരി മെഡിക്കൽ മിഷന്റെ വൈസ് പ്രസിഡന്റായിട്ടും തലക്കോട് സെന്റ് മേരീസ് ബോയ്സ് ഹോമിന്റെ പ്രസിഡന്റായിട്ടും അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കാൻ കാരണം. അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം നമ്മെ മനസ്സിലാക്കുന്നത് ബഹുഭാഷാ പാണ്ഡിത്യം, അദ്ദേഹം കൈകാര്യം ചെയ്യാത്ത വിഷയങ്ങളില്ല. രാഷ്ട്രീയം, മതം, സംസ്കാരം, കലവിദ്യാഭ്യാസം, ഇങ്ങനെ ആധുനികമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആധികാരികമായി അദ്ദേഹത്തിന് സംസാരിക്കുവാൻ കഴിയും. അദ്ദേഹത്തിന്റെ ബൈബിൾ സ്റ്റഡീസ് ഇവിടെ വലിയ സെമിനാരിൽ ഞങ്ങൾ 4 വർഷം പഠിച്ചതായ സമയത്ത് ഏതൊരു വിഷയത്തെക്കുറിച്ചും ഏതൊരു വാക്കിനെക്കുറിച്ചും നമുക്കറിയാവുന്നതിൽ നിന്ന് പുതിയ പുതിയ വിജ്ഞാന മേഖലയിലേക്ക് കുട്ടികളെ നയിക്കുന്ന ഓരോ വാക്കിന്റെയും ലാറ്റിൻ, സിറിയക്, ഗ്രീക്ക് അതിന്റെ മൂലങ്ങളിൽ കൂടി പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ലഭിക്കുന്നത് ഇന്നും സ്മരണയിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. അത് മാത്രമല്ല, അദ്ദേഹം പ്രധാനമായി എഴുതിയിട്ടുള്ളതെല്ലാം മാർക്സിസത്തെക്കുറിച്ച്, ന്യൂക്ലിയർ ഫിസിക്സിനെ കുറിച്ച്, ജനറ്റിക് എഞ്ചിനീയറിംഗിനെ കുറിച്ച്, ദൈവശാസ്ത്രം എല്ലാം ഏക കാലഘട്ടത്തിൽ അനായാസം കൈകാര്യം ചെയ്യുവാൻ കഴിഞ്ഞ ഒരു ഭീഷണാശാലി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. യുക്തിവാദികളും നിരീശ്വരന്മാരും ദൈവ നിഷേധികൾ പോലും അദ്ദേഹത്തിന്റെ ചിന്തകളെ ആദരവോടും ബഹുമാനത്തോടും കണ്ടിരുന്നുവെന്നുള്ളത് എല്ലാവരും പോയിട്ട് പറയുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ജോയ് ഓഫ് ഫ്രീഡം 1967 എഴുതിയത്, ഫെയ്ത്ത് ഓഫ് അവർ ഫാദേഴ്സ് 1969, ബി സ്റ്റിൽ ആൻഡ് നോ 1971, ഫ്രീഡം ഓഫ് മാൻ 1974, ഹ്യൂമൻ പ്രസൻസ് 1978, കോസ്മിക് വാൻ 1980, അതുപോലെ എൻലൈറ്റൻമെന്റ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് 1989. അദ്ദേഹം അതിൽ കൂടി വളരെയധികം കർശനമായിട്ട് പാശ്ചാത്യ വീക്ഷണം, എൻലൈറ്റൻമെന്റ് അഥവാ ബോധദീപ്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് ഒരു സെക്യുലർ വ്യൂ ആണുള്ളതെന്നും ആ സെക്യുലർ വ്യൂവിൽ നിന്ന് മാറി നമുക്ക് മതബോധത്തിൽ കൂടി മാത്രമേ യഥാർത്ഥമായ ബോധദീപ്തി മനുഷ്യനുണ്ടാവുകയുള്ളൂ. എൻലൈറ്റൻമെന്റ് ഓഫ് ദി ഈസ്റ്റ് ഈസ് വാട്ട് ഈസ് ജെനുവിൻലി നീഡഡ് എന്ന് വളരെ ശക്തമായി പറഞ്ഞ ഒരാളാണ്. ആധികാരികമായ വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. ക്രൈസ്തവ ദൈവവിജ്ഞാനിയും ആധുനിക പാശ്ചാത്യ ദർശനം, ഹൈന്ദവ ബുദ്ധ മതദർശനങ്ങളൊക്കെ അദ്ദേഹത്തിന് ആയാസരഹിതമായി കൈകാര്യം ചെയ്യാമായിരുന്നു. ആധുനിക ശാസ്ത്രത്തിന്റെ ദർശനം, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഏറ്റവും പുതിയ ഗവേഷണ ഫലങ്ങൾ, ഇന്ത്യയുടെ രാഷ്ട്രമീമാംസ, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥ, ലോകസമാധാനം, നിരായുധീകരണവും, മാർക്സിസ്റ്റ് ദർശനവും, സമ്പദ് വ്യവസ്ഥയും, മനോവിജ്ഞാനത്തിലെ പുതിയ നീക്കങ്ങൾ, വിദ്യാഭ്യാസം, ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ എഴുത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്ന സംഗതികളാണ്. ഒരിക്കൽ അദ്ദേഹം റഷ്യയിൽ വന്നു. ഞാനും നമ്മുടെ വൈദ്യൻ ഷമ്മാശനെ ഞാനും കൂടെ റഷ്യയിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഒരു ദിവസം വന്നപ്പോൾ ഞങ്ങളെ സാധാരണ വരുമ്പോഴൊന്നും ഞങ്ങൾ അറിയാറില്ല, കാണാറില്ല. ഒരിക്കൽ വന്നപ്പോൾ ഞങ്ങളെ വിളിച്ചു. ഞങ്ങളുടെ പഠിത്തം തീരാണ്. വിളിച്ചപ്പോൾ എന്തുവാ പറയുന്നതെന്ന് അറിയാൻ പാടില്ല. 2 വർഷത്തെ പഠിത്തം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തെ ഞങ്ങളൊരു ഹോട്ടലിൽ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു, തിരുമേനി ഇപ്പോൾ വന്നതിന്റെ ഇവിടെ അത് റഷ്യൻ പാർലമെന്റിലൊരു പ്രസംഗം ചെയ്യാൻ വന്നത്. അപ്പോൾ എന്തായിരുന്നു വിഷയം? മാർക്സിസമായിരുന്നു വിഷയം. അതെ, റഷ്യക്കാരോട് മാർക്സിസം പറയുന്നു. അത് പഠിപ്പിച്ചതിന് ശേഷം തിരുമേനി ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, മാർക്സിസം ഞാൻ അവരെ പഠിപ്പിച്ചപ്പോൾ അവർക്ക് വല്ലതും മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു, മാർക്സിസം എന്ന് ദൈവത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു അന്നേ മാർക്സിസത്തിന് നിലനിൽപ്പുള്ളൂ, ഇല്ലെങ്കിൽ മാർക്സിസം തകർന്നു പോകും കേട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് കൈയും ശോഷിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഇത് വീണ്ടും ഓർമ്മിപ്പിച്ച ഒരു കാര്യമാണ്. അന്നത്തേക്ക് മാർക്സിസം അവിടെ തകർന്നു.
ഇത് ദീർഘവീക്ഷയോടുകൂടെ കാണുവാനും, ഞങ്ങൾ പഠിച്ച കാലം 1974, 75, 76 അദ്ദേഹം ഞങ്ങളോട് പറയുന്ന സമയത്ത് വലിയ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുക. അത് കഴിഞ്ഞ് 79 അദ്ദേഹം ഇത് അവിടെ വന്നെന്ന് പറയുമ്പോൾ, ആ പാർലമെന്റിൽ ഇത് പറഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണം ശക്തമായി ചെറുകോവിലിന്റെ ഭരണകാലത്താണ് അന്ന് നിൽക്കുമ്പോൾ അവരുടെ പാർലമെന്റിൽ അദ്ദേഹത്തിനെ വിളിക്കും. പക്ഷെ മാർക്സിസം അദ്ദേഹം പഠിപ്പിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അത്രമാത്രം വലിയൊരു മനുഷ്യൻ എന്നുള്ളത് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറന്നുപോകാൻ സാധ്യമല്ല. ഡോക്ടർ സാമുവൽ ചന്ദനപ്പള്ളിയുടെ ഒരു വാചകം കൂടി പറയട്ടെ. പാരമ്പര്യത്തിന്റെ പേരുകളെക്കുറിച്ചുള്ള ആഴമേറിയ അവബോധം നിലനിർത്തി കൊണ്ട് തന്നെ വിജ്ഞാനത്തിന്റെ ഏറ്റവും പുതിയ മേച്ചിൽസ്ഥലങ്ങൾ നേടി നിരന്തരം നീങ്ങുന്ന മനസ്സായിരുന്നു അദ്ദേഹത്തിന്. മതത്തിന്റെയോ പ്രത്യേകം ഒരു പ്രത്യയശാസ്ത്രത്തിന്റെയോ പരമ്പരാഗതമായ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല പ്രകൃതി. ക്രിസ്തീയ സാരം ഗ്രഹിച്ച് വിശ്വാസത്തിന്റെയും ആധ്യാത്മിക പാരമ്പര്യത്തിന്റെയും പരിപോഷണം സ്വീകരിച്ചുകൊണ്ട് തന്നെ എല്ലാ ആത്മീയ ബൗദ്ധിക മേഖലകളിലും നിർഭയം കയറി ചെല്ലുന്ന ധീരമായ വൃതിരായിരുന്നു. മനുഷ്യന്റെ ആത്മീയ സ്വാതന്ത്ര്യം നേടുന്നത് സൃഷ്ടി മുഴുവനും വിമോചനം പ്രാപിച്ച് ദൈവതേജസ്സിലാകുന്നു എന്നാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാമുവൽ ചന്ദ്രപ്പള്ളി ആദ്യമേ പറഞ്ഞത് അപ്രമേയമായ ശക്തിയോടെ കത്തിജ്വലിച്ച ആധ്യാത്മിക വിജ്ഞാനത്തിന്റെ അഗ്നികുണ്ഡമായിരുന്നു അദ്ദേഹം. ഈ രണ്ടു പിതാക്കന്മാരെയും ഉള്ള ചരിത്രം അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഒരു ചെറിയ അവലോകനം ഏതാനും ചില വാക്കുകളിൽ അക്കം വിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. ശിക്ഷണവും പരിശീലനവും ലഭിച്ച വൈദിക നിലയിൽ സഭയുടെ ഭാവി ദർശിച്ച ശ്രേഷ്ഠാചാര്യന്മാരാണ് ഇവർ രണ്ടുപേരും. തങ്ങളുടെ ദൗത്യത്തെക്കുറിച്ച് ദൃഢനിശ്ചയമുണ്ടായിരുന്ന പ്രേക്ഷിത പ്രവർത്തകർ. വെല്ലുവിളികളെ രണ്ടുപേരും ചങ്കൂറ്റത്തോടെ നേരിട്ട് വിജയിച്ച ആത്മീയ പോരാളികളാണ്. അവരുടെ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഒരാത്മീയ ദർശനം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. മലങ്കര സഭയുടെ വിശ്വാസത്തെയും തനിമയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച് ആഴമായ ബോധ്യം, ഡീപ് കൺവിക്ഷൻ അവർക്കുണ്ടായിരുന്നു. അവരുടെ പ്രവർത്തന ശൈലിയിലുടനീളം തികഞ്ഞ ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് പ്രകടമായിരുന്നു. അവരുടെ ജീവിത വിജയങ്ങൾക്ക് പിന്നിൽ ഒരാത്മീയ ശക്തി, സ്പിരിച്വൽ എനർജി അവർ അനുഭവിച്ചിരുന്നു. എന്തു ചെയ്താലും അത് തികഞ്ഞ ആത്മാർത്ഥതയോടെ അവർ ചെയ്തിരുന്നു. കോൺസിസ്റ്റന്റ് സിൻസിയർ. ഈ പിതാക്കന്മാർ നമുക്ക് മാതൃകയായി ധൈര്യമായിട്ട് ഈ സഭയെ വളർത്തുവാൻ വിളിക്കപ്പെട്ടതായ വൈദിക വൃന്ദവും ആത്മായ സഹോദരങ്ങളും ഈ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന നല്ല മാർഗം വളരെയധികം വലിയ വെല്ലുവിളികളാണ്. അത് ഉൾക്കൊള്ളുവാനുള്ള പ്രതിജ്ഞയെടുക്കുന്നത് അവരെ അവരുടെ വിശ്വാസമോർത്ത് അനുകരിക്കുന്നതിന്റെ സാക്ഷ്യമാണ്. അത് നമുക്കിടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചെയ്യും. അഭിനന്ദ പിതാക്കന്മാരുടെ ജീവിതത്തിൽ നിന്ന്